ഇന്ന് കുട്ടികളെത്തുമ്പോൾ കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിളങ്ങുകയാണ്. ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് സ്കൂളിനെ കളർഫുള്ളാക്കിയത്. ഡിവൈഎഫ്ഐ കോന്നി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്കൂളിന്റെ ശുചീകരണ നവീകരണ പ്രവർത്തനങ്ങൾ. ബിരിയാണി ചലഞ്ചിലൂടെ ലഭിച്ച പണം ചെറുപ്പക്കാരുടെ കൂട്ടായ്മ രണ്ടും കൂടി സമന്വയിച്ചപ്പോൾ ലഭിച്ചത് കോന്നി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു പുതിയ മുഖം. പുത്തൻ കൂട്ടുകാർ സ്കൂളിലേക്ക് എത്തുമ്പോൾ പാരസ്പര്യത്തിന്റെ വർണ്ണം വിതറുകയാണ് ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ കോന്നി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ. 2.5 ലക്ഷത്തോളം രൂപ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ബഡ്ജറ്റ് തയ്യാറാക്കിയപ്പോഴാണ് ഞങ്ങൾ അതിന് പണം സമാഹരിക്കുന്നതിന് വേണ്ടി ബിരിയാണി ചലഞ്ച് ഡിവൈഎഫ്ഐയുടെ 12 മേഖലകളിൽ കോന്നി ബ്ലോക്കിലെ 12 മേഖലാ കമ്മിറ്റികൾ ബിരിയാണി ചലഞ്ച് നടത്തി അതിൻ്റെ ഭാഗമായിട്ടുള്ള പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നല്ല നിലയിൽ വളരെ സുന്ദരമായി കെട്ടിടം നവീകരിക്കാൻ വേണ്ടി കഴിയുന്ന നിലയിലേക്കുള്ള പണം സ്വരൂപിച്ചത്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടായിരുന്നു. സാമ്പത്തികമടക്കം പല വെല്ലുവിളികളും നേരിട്ടു. ഒടുവിൽ ബിരിയാണി ചലഞ്ച് നടത്താനായി തീരുമാനം. പണം നൽകി ബിരിയാണി വാങ്ങാൻ മനസ്സു കാണിച്ച നല്ലവരായ നാട്ടുകാരും അവ വീടുകളിലേക്ക് എത്തിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്നപ്പോൾ സംഭവം കളറായി. സ്കൂൾ പിടിഎ തന്നെയാണ് യുവജന സംഘടനയ്ക്ക് മുന്നിലേക്ക് ഇങ്ങനെയൊരാവശ്യം വച്ചത്. ഈ സ്കൂളിലെ ഇപ്പോൾ സൂചിപ്പിച്ച കെട്ടിടം കുറേ അധികം കാലമായി ഒരു ശോചനീയാവസ്ഥയിലായിരുന്നു. ഇപ്പോൾ PTA എന്ന നിലയിൽ മാത്രം നമുക്ക് പണം കണ്ടെത്തി അടിയന്തരമായി അത് അറ്റകുറ്റപ്പണി നടത്താൻ കഴിയത്തില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയെ സമീപിക്കുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാം, പെയിൻറ്റിംഗ് ഒന്നും ഒട്ടും നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ വളരെ ശ്രമകരമായി ഇടപെട്ട് ബിരിയാണി ചലഞ്ച് ഉൾപ്പെടെ നടത്തി ഈ സ്കൂളിന് എന്നും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വലിയ മാറ്റമാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. യുവജനതയുടെ പ്രവർത്തനം മാതൃകാപരമെന്നാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അഭിപ്രായം. വരും വർഷങ്ങളിൽ സമാനമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.